ആലോചിക്കണം. ദുൽഹജ്ജ് മാസത്തിൽ പെരുന്നാൾ ദിനമാകാൻ പോവുകയാണ്. പ്രവാചകൻ പറഞ്ഞു, ഈ പെരുന്നാളിന് ആരും ഒരു കാരണവശാലും തങ്ങളുടെ വീടുകളിൽ ഇറച്ചി സൂക്ഷിക്കുവാൻ പാടില്ല. അയ്യാമു തശ്രീഖ് എന്ന് പറഞ്ഞാൽ ഇറച്ചി ഉണക്കി വെക്കുക എന്നതാണ്. അയ്യാമു തശ്രീഖ് ഇറച്ചി ഉണക്കി വെക്കുന്ന നാളുകൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ പറയുകയാണ്, ആരുടെയും വീട്ടിൽ ഇറച്ചി ഉണക്കി വെക്കാൻ പാടില്ല, എല്ലാവരും പള്ളിയിലേക്ക് എടുത്തുകൊണ്ടുവരണം. സ്വഹാബികൾ ചോദിച്ചു, എന്തിനാണ്? മുളർ ഗോത്രത്തെ കണ്ടോ നിങ്ങൾ? അവരുടെ വയറുകൾ കണ്ടോ നിങ്ങൾ? പ്രവാചകനെ കല്ലെറിഞ്ഞവരാണവർ, പ്രവാചകനെ പരിഹസിച്ചവരാണവർ, പ്രവാചകനെ ആക്രമിച്ചവരാണവർ. പ്രവാചകൻ പറയുന്നു, ആരുടെയും വീട്ടിൽ ഇറച്ചി വെക്കരുത്, എല്ലാവരും പള്ളിയിലേക്ക് കൊണ്ടുവന്നിട്ട് മുളർ ഗോത്രക്കാർക്ക് കൊടുക്കുക. അമുസ്ലിം സഹോദരങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാൻ പാടുണ്ടോ എന്നും ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പാടുണ്ടോ എന്നുമുള്ള ചർച്ച ഫിഖ്ഹിന്റെ ഭാഷയിൽ നമ്മൾ ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ ഫിഖ്ഹിനപ്പുറം, കർമ്മശാസ്ത്രത്തിനപ്പുറം ഇസ്ലാമിന്റെ ആത്മാവാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇതാണ് ഇസ്ലാം. വിശാലവും സഹിഷ്ണുത നിറഞ്ഞതുമാണ് ഇസ്ലാമിന്റെ പാഠങ്ങൾ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്ത് ഇസ്ലാമിന് അനുയായികൾ ഉണ്ടായത് ഈ ഒരു സഹിഷ്ണുതയുടെ ഭാഗമായിട്ടാണ് എന്ന് നാം മനസ്സിലാക്കണം. ഈ സഹിഷ്ണുത കൊണ്ടാണ്, ഈ വിശാലത കൊണ്ടാണ് ലോകത്ത് ഇസ്ലാമിന് അനുയായികൾ ഉണ്ടായത്. സിറിയൻ നഗരങ്ങളിൽ ഇസ്ലാമിന്റെ തൗഹീദിന്റെ കൊടികുത്തുവാൻ വേണ്ടി ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവും സേനാനായകരായി പുറപ്പെടുകയാണ്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെയും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെയും പ്രവർത്തന ഫലമായിട്ട് സിറിയൻ നഗരങ്ങൾ ഇസ്ലാമിന് കീഴടങ്ങുകയാണ്. ദമസ്കസ് അബൂ ഉബൈദയുടെ നേതൃത്വത്തിലും ഹിംസ് മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലും കീഴടക്കപ്പെടുന്നു. അവിടെ ഇസ്ലാമിന്റെ കലിമത്ത് ഉയരങ്ങളിലേക്ക് എത്തുകയാണ്. ആ സന്ദർഭത്തിലാണ് ഒരു വലിയ സൈന്യം ഇസ്ലാമിക സമൂഹത്തെ തകർക്കുവാൻ ഒരുങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എന്ന് അവരറിയുന്നത്. രണ്ടുപേരും കൂടി കൂടിയാലോചന നടത്തിയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം, എല്ലാ നഗരങ്ങളിൽ നിന്നും മുസ്ലിം സൈന്യത്തെ ഒരുമിച്ച് കൂട്ടാമെന്ന് അവർ പറയുകയാണ്. ആ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവും സിറിയയുടെ വ്യത്യസ്ത നഗരങ്ങളിലുള്ള മുസ്ലിം സൈന്യത്തെ ഒരിടത്തേക്ക് ഒരുമിപ്പിക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും ചെല്ലുന്നത് ദമസ്കസിലേക്ക് അബൂ ഉബൈദ ചെല്ലുന്നു, ഹിംസിലേക്ക് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ചെല്ലുന്നു. ഹിംസ് വാസികളെ വിളിച്ചുകൂട്ടിയിട്ട് ഖാലിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ദമസ്കസ് നിവാസികളെ വിളിച്ചുകൂട്ടിയിട്ട് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങളെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പണം വാങ്ങിയിട്ടുള്ളത്. നന്നായി ശ്രദ്ധിക്കണം. നിങ്ങളെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പണം വാങ്ങിയിട്ടുള്ളത്, ജിസിയ വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളെ സംരക്ഷിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് തന്ന സമ്പത്ത് ഞങ്ങളിതാ നിങ്ങൾക്ക് തിരിച്ചു തരികയാണ്. ക്രൈസ്തവ സമൂഹം, ജൂത സമൂഹം ആശ്ചര്യത്തോടുകൂടി അവരോട് പറഞ്ഞു, ഞങ്ങളുടെ മതക്കാര് പോലും ഞങ്ങളോട് കാണിക്കാത്ത നീതിയാണോ നിങ്ങൾ കാണിക്കുന്നത്? അല്ലാഹു നിങ്ങളുടെ പടച്ചവൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ. നിങ്ങൾ തിരിച്ചു വരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങളുടെ മതക്കാരുടെ ഭരണത്തെക്കാൾ, ഞങ്ങളുടെ മതക്കാരുടെ സഹവാസത്തെക്കാൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സഹവാസമാണ്, നിങ്ങളുടെ ഭരണമാണ് എന്ന് ക്രൈസ്തവരും ജൂതരും അടങ്ങുന്ന സിറിയൻ നിവാസികൾ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനോടും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനോടും പറയുകയാണ്, പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, നമ്മുടെ ചുറ്റിലുമുള്ള ആളുകൾക്ക് സ്നേഹമായി, കാരുണ്യമായി അനുഭവപ്പെടുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുന്നുണ്ടോ എന്ന ഒരാലോചന നമ്മൾ നിർവഹിക്കേണ്ടതാണ്. ബദർ ദിനത്തിൽ, മനുഷ്യ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു ദിനത്തിൽ, റമളാൻ 17-ാം രാവിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു പ്രാർത്ഥനയ്ക്ക് ചരിത്രം സാക്ഷിയായി. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ അടർന്നു വീണ് ചുടു കണ്ണുനീരുകൊണ്ട് പ്രവാചകന്റെ മേൽമുണ്ടുകളും പ്രവാചകന്റെ താടിരോമങ്ങളും നനഞ്ഞുകൊണ്ടേയിരുന്നു. പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ ഫനസറുകല്ലദീ വഅദ്തനി, പടച്ചവനെ നീ വാഗ്ദാനം ചെയ്ത സഹായം എനിക്ക് നൽകണം, നീ വാഗ്ദാനം ചെയ്ത സഹായം എനിക്ക് തരണം. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബത്തൽ യൗം ലാ തുഅബദ്, പടച്ചവനെ നീ സംഘത്തെ നശിപ്പിക്കുകയാണ് എങ്കിൽ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ മറ്റൊരു വിഭാഗം ഇവിടെ ഉണ്ടാവുകയില്ല.
നിലവിലുള്ള മുസ്ലിം സമൂഹത്തെ വെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന നിർവഹിക്കാൻ കഴിയുമോ സഹോദരങ്ങളെ? കഴിയുകയില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ ദീനിന്റെ മുമ്പിലെ ഏറ്റവും വലിയ തടസ്സങ്ങളായിട്ട് നമ്മുടെ സമുദായം മാറുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. റിജുസും മിൻ അമലി ശൈത്വാൻ, പൈശാചിക വൃത്തികളെന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ള മദ്യത്തിന്റെയും മയക്കുമരുന്നുകളുടെയും അടിമകളായിട്ട് സമുദായത്തിലെ ചെറുപ്പക്കാർ മാറിപ്പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടി ആലോചിക്കണം. ഇസ്ലാമിന്റെ മഹിതമായ ആശയങ്ങൾ സ്വീകരിക്കുന്നതിന് പകരം എന്താണ് സ്വന്തം ജീവിതത്തിലേക്ക് നെഞ്ചോട് സമുദായത്തിലെ ചെറുപ്പക്കാരും സമുദായത്തിലെ മൊത്തം ജനങ്ങളും സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ചു നോക്കണം. അള്ളാഹുവിന്റെ റസൂൽ ഈ സമൂഹത്തെ നശിപ്പിച്ചാൽ നിന്റെ ദീനിന് വേണ്ടി മറ്റൊരു സമുദായമില്ല എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആ ഒരു പദവിയിലേക്ക് ഉയരാൻ കഴിയുമ്പോൾ അള്ളാഹുവിന്റെ ദീനിന്റെ കൊടിപിടിക്കാൻ മാത്രം പരമപരിശുദ്ധിയും ദീനിനോടുള്ള പ്രതിബദ്ധതയും ഐക്യവും നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ പ്രവാചകരെ സഹായിച്ചതുപോലെ നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ വാഗ്ദാനമുണ്ട്, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. അള്ളാഹുവിനെ നമ്മൾ സഹായിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ അള്ളാഹു നമ്മെ സഹായിക്കും. ഖുർആൻ നമ്മളോട് ചോദിക്കുന്ന വലിയ ഒരു ചോദ്യമുണ്ട്, നിങ്ങളിൽ ആരാണ് അള്ളാഹുവിനെ സഹായിക്കാൻ തയ്യാറാകുന്നവർ? നിങ്ങളിൽ ആരാണ് അള്ളാഹുവിനെ സഹായിക്കാൻ തയ്യാറാകുന്നവർ? ഹവാരികൾ പറഞ്ഞു, നഹ്നു അൻസാറുല്ലാഹ്, അള്ളാഹുവേ ഞങ്ങൾ നിന്നെ സഹായിക്കാം. അള്ളാഹു ഹവാരികളായിട്ടുള്ള മത്സ്യബന്ധനത്തിലേർപ്പെട്ട് സമൂഹത്തിന്റെ ഏറ്റവും പിന്നോക്കക്കാരായി നിന്നിട്ടുള്ള ആ വിഭാഗത്തെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് അള്ളാഹു കൊണ്ടുവരികയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുവാനുള്ള ഒരു പ്രേരണയാണ് ഇത്തരം ദിനങ്ങൾ നമുക്ക് നൽകേണ്ടത്. കാര്യങ്ങൾ യഥാവിധി ഉൾക്കൊള്ളുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഭൂമിയിൽ ചിലർ ചിരിക്കുകയും മറ്റു ചിലർ കരയുകയും ചെയ്യുന്ന പെരുന്നാൾ ദിനം ആകാശത്തുള്ളവർക്ക് വിലാപ ദിനമാണ് എന്ന് ഒരു പണ്ഡിത വചനമുണ്ട്. ഭൂമിയിൽ ചിലർ ചിരിക്കുകയും മറ്റു ചിലർ കരയുകയും ചെയ്യുന്ന പെരുന്നാൾ ആകാശത്തുള്ളവർക്ക് വിലാപ ദിനമാണ് എന്ന് റോഹിംഗ്യയിലെ, മ്യാൻമറിലെ റോഹിംഗ്യവാസികളായിട്ടുള്ള നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ, അസാമിലെ നമ്മുടെ സഹോദരങ്ങൾ, നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ദുരിതത്തിലും പ്രയാസത്തിലുമാണ്. അവിടങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ആളുകൾ പറയുന്ന കഥകൾ അവർക്ക് അവരുടെ കണ്ണുനീരുകൾ പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. അവർക്ക് അവരുടെ വികാരങ്ങൾ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നില്ല. അസമിന്റെയും അതുപോലെ തന്നെ മ്യാൻമറും ഒക്കെ സന്ദർശിച്ചിട്ടുള്ള ആളുകൾ അവരുടെ വിവരണങ്ങളിൽ പറയുന്നത് ഭീകരമായ അവസ്ഥയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതൊന്നും അറിയാതെയാണ് നാം കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പെരുന്നാൾ ആഘോഷിക്കുന്നത്. നമ്മുടെ ഈ ആഘോഷത്തിൽ അവരെ ഓർമ്മിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ പ്രാർത്ഥനകളിൽ അവരുണ്ടാകണം. ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലുള്ള മുസ്ലിങ്ങൾ ഓടകളിൽ നിന്ന് കൈനീട്ടി അഴുക്കുവെള്ളം കുടിച്ച് നോമ്പ് പിടിക്കുകയും നോമ്പ് തുറക്കുകയും ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങൾ, ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, സ്ത്രീ സഹജമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അവർക്കുപയോഗിക്കാൻ വസ്ത്രങ്ങളില്ലാത്തതിന്റെ പേരിൽ ദിനപത്രങ്ങൾ സ്വന്തം പെൺകുട്ടികൾക്ക് മാനം സംരക്ഷിക്കുവാൻ വേണ്ടി നൽകുന്ന ഉമ്മമാർ ഉത്തരേന്ത്യയിലുണ്ട് എന്ന് നമ്മൾ അറിയുന്നു. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി സ്വന്തം കുഞ്ഞുങ്ങളെ 300 രൂപക്കും 400 രൂപക്കും വിൽപ്പന നടത്തുന്നവർ അവിടെയുണ്ട് എന്ന് നമ്മൾ അറിയുന്നു. നമ്മുടെ സമ്പത്തിൽ അവർക്കൊരു വിഹിതമുണ്ടാകണം. നമ്മുടെ പ്രാർത്ഥനകളിൽ അവർക്കൊരിടമുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മദ്രസത്തുൽ യൂസുഫിയ, യൂസുഫിന്റെ മദ്രസ എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ച ജയിലറകളിൽ കഴിയുകയാണ്. നിരപരാധിയായി ജയിലിലടക്കപ്പെട്ട ആദ്യത്തെ മനുഷ്യൻ യൂസുഫ് പ്രവാചകനാണ്. ആ യൂസുഫ് പ്രവാചകനെ പിന്തുടർന്നുകൊണ്ട് നിരപരാധികളായ ഇസ്ലാമിന്റെ മക്കൾ എത്രയോ പേർ നമ്മുടെ നാടുകളിൽ, പുറം നാടുകളിൽ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ജയിലറകളിലാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങളെ നീ സംരക്ഷിക്കണമേ തമ്പുരാനെ, അവരെ നീ സഹായിക്കണമേ നാഥ. അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കും നീ രക്ഷ നൽകണമേ തമ്പുരാനെ. പടച്ചവനെ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഇസ്ലാമിന്റെ നന്മക്ക് വേണ്ടി, പൊതുനന്മക്ക് വേണ്ടി ഐക്യപ്പെടുന്ന മുസ്ലിങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ നാഥ.
റമദാനിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ റബ്ബേ നീ സ്വീകരിക്കണമേ നാഥ. പടച്ചവനെ, റമദാനിൽ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. ഞങ്ങളെ എല്ലാവരെയും നിന്റെ ഹിദായത്തിലും സന്മാർഗത്തിലും ഒരുമിപ്പിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ നാഥ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങൾ റബ്ബേ, അവരെ വഴിതെറ്റിക്കുവാനുള്ള എല്ലാ സാമൂഹ്യ സാഹചര്യങ്ങളും സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു. റബ്ബേ, ഞങ്ങളുടെ സന്താനങ്ങളെ നീ സന്മാർഗത്തിലാക്കണമേ നാഥ. എല്ലാ വഴികേടുകളിൽ നിന്നും അവരെ നീ രക്ഷപ്പെടുത്തണമേ നാഥ. അല്ലാഹുവേ, നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ ചെറുപ്പക്കാരെ എല്ലാവിധ വൃത്തികേടുകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും നീ രക്ഷപ്പെടുത്തണേ നാഥ. ഒരു സമുദായത്തിന്റെ ശക്തി അതിന്റെ ചെറുപ്പമാണ് തമ്പുരാനെ. മുസ്ലിം ഉമ്മത്തിന്റെ ചെറുപ്പക്കാരെ നീ നേർമാർഗത്തിലാക്കണമേ തമ്പുരാനെ. ഒരു സമുദായത്തിന്റെ അലങ്കാരം അതിലുള്ള സ്ത്രീകളാണ് നാഥ. ഞങ്ങളുടെ സ്ത്രീകളെ നീ സംരക്ഷിക്കണമേ തമ്പുരാനെ. അവർക്ക് ദീനിനോട് പ്രതിബദ്ധത നൽകണമേ തമ്പുരാനെ. ഒരു സമൂഹത്തിന്റെ പ്രയാണം അവരിലുള്ള പണ്ഡിതന്മാരുടെ നേതൃത്വമാണ് നാഥ. ഞങ്ങളുടെ പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും നീ ബുദ്ധിയും വിവേകവും നൽകണമേ തമ്പുരാനെ. നേരായ മാർഗത്തിൽ നയിക്കുവാനുള്ള ബുദ്ധിയും വിവേകവും നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കബറിടങ്ങളെ നീ വിശാലമാക്കി തരണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളെ നീ നിന്റെ സന്മാർഗത്തിലും നിന്റെ ജന്നാത്തിലും ഒരുമിപ്പിക്കണമേ തമ്പുരാനെ. നിന്റെ ഖുർആൻ കൊണ്ട് നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ നാഥ. നിന്റെ ദീന് കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ പ്രകാശിപ്പിക്കണമേ തമ്പുരാനെ. പെരുന്നാൾ സുദിനത്തിൽ നീ പ്രത്യേകമായി പുറത്തു കൊടുക്കുന്ന ആളുകളുണ്ട് എന്ന് നിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് നാഥ. അതിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങൾ സ്നേഹിക്കുന്നവരെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. പടച്ചവനെ, മുഴുവൻ മുസ്ലിങ്ങളെയും നീ പുറത്തു കൊടുക്കുന്നവരെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. മുഴുവൻ മനുഷ്യ സഹോദരങ്ങൾക്കും നീ സമാധാനം നൽകണമേ തമ്പുരാനെ. ശാന്തി നൽകണമേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ. അല്ലാഹുമ്മ أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم اجعلنا من أهل الجنة ولا تجعلنا من أهل النار. اللهم اجعلنا من أهل الجنة ولا تجعلنا من أهل النار. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم انصرنا